ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ചിക്കന്, ബീഫ്, മുട്ട, ഉരുളക്കിഴങ്ങ് ഒന്നും ഇല്ലാണ്ട് ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. കുറച്ച് സോയ എടുത്തിട്ടുണ്ട്. സോയയുടെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോരം സ്നാക്ക് വേണോ അതനുസരിച്ച് സോയ കൂട്ടെ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇത് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. സോയ തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട്. 2-3 സാധനം നമുക്ക് ചതച്ചെടുക്കണം. അതുവരെ സോയ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 പച്ചമുളക്, സവോളയുടെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ, കുറച്ച് മല്ലിയില, 4 ഇല പുതിന. പുതിന കൂടണ്ട. 1/2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ചതച്ചെടുക്കണ മുമ്പ് സോയ നമുക്ക് ഒരു അരിപ്പയിൽ മാറ്റി വെള്ളം മാറാനായിട്ട് വെക്കാം. പൊട്ടുകടലൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. സോയ വെള്ളം മാറാൻ വെച്ച് നല്ലോണം പിഴിഞ്ഞെടുത്തേക്കാം. ഒട്ടും വെള്ളം ഇല്ലാണ്ട് പിഴിഞ്ഞെടുത്തോളൂ. ഈ ചതച്ചെടുത്തതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ചേർക്കുന്നുണ്ട്. സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ അരിപ്പൊടി, ഫൈൻ അരിപ്പൊടിയാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത സോയയുടെ മിക്സ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്ര കട്ടിയിൽ വേണം കേട്ടോ ചതച്ചെടുക്കാനായിട്ട്. സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ചതയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ മിക്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എക്സ്ട്രാ ആഡ് ചെയ്തോളൂ. ഒരു സവോളയുടെ 1/4 ഭാഗം നേരത്തെ ചതക്കാൻ എടുത്തിട്ടുണ്ടായി. ബാക്കിയുള്ള സവോള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത് 3 മിക്സിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ മിക്സ് ബോൾസ് ആക്കി എടുക്കാം. മിക്സിന് ഇത്ര തിക്നെസ് വേണമെന്ന് പറയാൻ കാരണം നമ്മളിങ്ങനെ ബോളാക്കുമ്പോൾ കറക്റ്റ് നമുക്ക് പിടിക്കാൻ കിട്ടണം. ഇതുപോലെ മിക്സ് എല്ലാം നമുക്ക് ബോളാക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തു. ഇനി ഇത് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒരുപാട് ചൂടാവരുതിട്ട സിമ്മിലും മീഡിയത്തിലും വെച്ചിട്ട് വേണം നമുക്ക് ഈ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഉള്ളൊക്കെ വെന്ത് കിട്ടണം നമുക്ക്. ഒരുപാട് ഹീറ്റായി കഴിഞ്ഞാൽ ഉള്ളു വേവില്ല. തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഇത്രയ്ക്കും കളർ മാറണം, എന്നാലേ ഉള്ളും വെന്ത് കിട്ടുള്ളൂ കേട്ടോ. സ്നാക്കെല്ലാം റെഡി ആയിട്ട. നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് സോയ വെച്ച് കിഡിലൻ ഒരു സ്നാക്കാണ്. 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.